ചെറിയമ്മ. ഹലോ ചെറിയമ്മേ. എന്തായി കാര്യങ്ങളൊക്കെ? നീ ഇപ്പൊ എവിടെ? ഞാൻ കാറില്. എന്റെ ഡ്രൈവറാ വണ്ടി ഓടിക്കുന്നത്. അപ്പോ രാജു? അത് ഞാൻ പറയാം. മോളെ, രാജുവിനെ കൊണ്ട് നിന്നോടുള്ള പ്രണയം പറയിപ്പിക്കാൻ നീ ഒരുക്കുന്ന ഈ ഡ്രാമ വർക്കൗട്ട് ആവോന്നാ എനിക്കിപ്പോ പേടി. എന്താ ചെറിയമ്മേ? നീ എന്നോട് ഈ ഐഡിയ പറഞ്ഞപ്പോഴേ എനിക്ക് പേടിയുണ്ടായിരുന്നു. കുഴപ്പത്തിൽ ചെന്ന് ചാടുവോ മോളെ? ഒരു കുഴപ്പമില്ല ചെറിയമ്മേ. ഇത് ഇതിനൊരു പരിഹാരമേ ഉള്ളൂ. മോളെ, രാജു വളരെ നല്ലവനാ, വളരെ പാവാ. അങ്ങനെ പാവാവുന്നത് എന്തിനാ ചെറിയമ്മേ? അവന് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നല്ല മോളെ. അതെനിക്കും അറിയാം. സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ രാജുവിന്റെ ഭാര്യ. ആ പരിഗണന എനിക്ക് കിട്ടണം. ഒരു ഭാര്യയെ പോലെ രാജു എന്നെ സ്നേഹിക്കണം. എന്നോട് പ്രണയമുണ്ടെന്ന് എന്റെ മുഖത്ത് നോക്കി പറയണം. രാജുവിനെ കൊണ്ട് ഞാനത് പറയിപ്പിക്കും. രാജുവിനോടുള്ള ഇഷ്ടം കൊണ്ട് നീ ഇതൊക്കെ കാണിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ രാജുവിന് ഇതൊക്കെ ഇൻസൾട്ട് ആവില്ലേ മോളെ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല ചെറിയമ്മേ. എന്റെ രാജുവിനെ ഉപദ്രവിക്കാനോ ഉപേക്ഷിക്കാനോ അതിനൊന്നും അല്ലല്ലോ ഞാൻ ചെയ്യുന്നത്. ഞങ്ങൾക്കൊരു ലൈഫ് വേണ്ടേ? അത് ദൈവം കാണുന്നുണ്ട്. ദൈവം ഞങ്ങൾക്ക് അനുകൂലമാണ് ചെറിയമ്മേ. ഞാൻ ഫോൺ വെക്കാം. ഈശ്വര, കുട്ടികൾക്ക് ഒരു കുഴപ്പം വരുത്തല്ലേ. എന്റെ സ്നേഹത്തിന് മാത്രം ആരും ഒരു വിലയും കൽപ്പിച്ചില്ല. എന്റെ സ്നേഹം ഒരു വലിയ തെറ്റായിപ്പോയി. ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം. നമ്മൾ തമ്മില് വളരെ ഹാപ്പിയായ മാരേജ് ലൈഫാണെന്ന് കാണിക്കാൻ എല്ലാവരുടെ മുൻപിൽ വളരെ നാച്ചുറലായ ആക്ടിങ്. അതുപോലെ